ഈ ഇലക്ഷൻ ഞങ്ങൾ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞ സ്ഥാപനം ആണ് ജനങ്ങളുടെ, പൊതുസമൂഹത്തിൻ്റെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഉത്തരവാദിത്വം കൊടുത്ത ഒരു സ്ഥാപനം. അപ്പോൾ ലോക്കൽ ബോഡിയാണ് ഒരു വീട്ടു ചുറ്റുള്ള പ്രശ്നങ്ങൾ, മാലിന്യം, കുടിവെള്ളം, സ്ട്രീറ്റ് ലൈറ്റ്, തെരുവുനായ ശല്യം, റോഡ്, ഇതുപോലെ സാധാരണ ജനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു സ്ഥാപനമാണ് ലോക്കൽ ബോഡി. തിരുവനന്തപുരത്തിന്റെ കോണ്ടെക്സ്റ്റിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായി അറിയാം, മാറി മാറി ഭരിച്ച കോൺഗ്രസും UDF, LDF, CPM നമ്മുടെ നാടിനെ ഭരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ 45 കൊല്ലമായിട്ട് LDF ഭരിക്കുന്നു. ജനങ്ങൾ ആവശ്യപ്പെടുന്നതും ജനങ്ങളുടെ പ്രതീക്ഷ, അവർക്ക് വോട്ട് കൊടുക്കുമ്പോൾ എത്ര കൊല്ലമായിട്ട് LDF വോട്ട് കൊടുത്തു, കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്ന LDF വോട്ട് കൊടുത്തു. എന്നിട്ട് ജനങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് ഇന്ന് ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലം നോക്കിയാലോ അതിനു മുമ്പത്തെ 40 കൊല്ലം നോക്കിയാൽ LDF തന്നിരിക്കുന്നത് വികസന ഇല്ലായ്മ. LDF തന്നിരിക്കുന്നത് ജനങ്ങളെ വിശ്വസിച്ച് ഒരു അവസരം, 2 അവസരം, 9 അവസരം കൊടുത്തപ്പോൾ LDF തന്നിരിക്കുന്നത് അഴിമതി, വികസന ഇല്ലായ്മ, അഴിമതി. ഇന്നും മാലിന്യം, 40% സ്ട്രീറ്റ് ലൈറ്റ് നടക്കാത്ത ഒരു സ്ഥിതി, കുടിവെള്ളം, എത്രയോ വീട്ടിൽ ഇന്നും കുടിവെള്ളമില്ല. രാജാജി നഗർ പോലെ എത്രയോ കോളനികൾ കുടിവെള്ളം, ഡ്രെയിനേജ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നുമില്ലാത്ത സ്ഥിതിയാണ് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ അവസരം കൊടുത്തപ്പോൾ LDF, UDFന്റെ പിന്തുണയുള്ള LDF എന്താണ് തന്നത്? ശബരിമല കൊള്ള, അഴിമതി, കുറ്റകരമായ അനാസ്ഥ, കഴിവില്ലായ്മ. അവരുടെ ഒരു റിപ്പോർട്ട് കാർഡ് നോക്കിയാൽ 45 കൊല്ലം ഭരിച്ച LDF തിരുവനന്തപുരം കോർപ്പറേഷനെ നശിപ്പിച്ച് വെച്ച ഒരു സ്ഥിതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിന് മാറ്റണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, അവർക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ സംസ്കാരം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട്, ആ മാറ്റം കൊണ്ടുവരാൻ, ഇവിടെ വികസനം കൊണ്ടുവരാൻ, അഴിമതി രഹിത ഭരണം കൊണ്ടുവരാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം, ഒരു പുതിയ ഭരണശൈലി കൊണ്ടുവരാൻ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്, കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രീയമാണ്. വികസിത തിരുവനന്തപുരം ഞങ്ങളുടെ ലക്ഷ്യമാണ്. ഞങ്ങൾ ഇന്ന് പറയുന്നത്, ഇന്ന് വികസന രേഖ മുമ്പോട്ട് വെക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അത് മാധ്യമ സുഹൃത്ത് വഴി എല്ലാ പൊതുസമൂഹത്തെ, എല്ലാ തിരുവനന്തപുരം നിവാസികൾ വായിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞങ്ങൾക്കൊരു അവസരം തന്നാൽ 45 കൊല്ലം LDF ഭരിച്ച് നശിപ്പിച്ച തിരുവനന്തപുരത്തിനെ ഞങ്ങൾ മാറ്റും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത്. ഒരു അവസരം തരും. 5 കൊല്ലം ഭരിക്കാനും നല്ല ഭരണം കൊണ്ടുവരാനും വികസനം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന കേട്ട് ഞങ്ങൾക്കൊരു അവസരം തരൂ എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. വികസന രേഖ ഇന്ന് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രഖ്യാപിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത്
ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ആൻസർ ചെയ്യും. പക്ഷെ ഈ വികസന രേഖ ഞങ്ങളുടെ ഒരു വാഗ്ദാനമാണ്. BJP NDA ഒരു വാഗ്ദാനം കൊടുത്താൽ അത് പാലിക്കുന്ന ഒരു പാർട്ടി മുന്നണിയാണ്. അതാണ് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ്. അതുകൊണ്ടാണ് ബീഹാറിലും ഇന്ത്യയിലും മറ്റെത്ര സംസ്ഥാനത്തും ജനങ്ങൾ ഒരു അവസരമല്ല, 2 അവസരമല്ല, 3 അവസരമല്ല, ചില സംസ്ഥാനത്തിൽ 4-5 അവസരങ്ങൾ ഭരിക്കാൻ ഞങ്ങൾക്ക് തരുന്നു.